ഇവനിൽ വേറെ ഏതോ ഒരു ശക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏതാണ് ആ ശക്തി? എന്തു പറ്റി ബാബ? ഒന്നുമില്ല. എന്റെ നേരെയാണല്ലോ വരുന്നത്. എനിക്ക് ആശങ്ക കൂടി വരികയാണ്. ഞാൻ നാഗറാണിയാണെന്ന് ബാബ മനസ്സിലാക്കിയാൽ എന്നെ ദിഗ്ബന്ധനത്തിലാക്കുക തന്നെ ചെയ്യും. എനിക്ക് എന്റെ ആദിശേഷനെ സ്വന്തമാക്കാനും സാധിക്കില്ല. നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരികെ എത്തിക്കാനും സാധിക്കില്ല. മഹാദേവ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവൾ നാഗറാണിയായിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകുമായിരുന്നു. ശിവാനി എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നേ? ബാബയെ കണ്ട് ഭയപ്പെട്ടിരിക്കാൻ തോന്നുന്നു. പാവം, അവൾക്കിതെല്ലാം പുതിയതല്ലേ. ഈ ഒരു സമയത്ത് ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ജയ് മഹാകാളി! കിട്ടിപ്പോയി. ഇത്രയും ദിവസം ഞാൻ തേടിക്കൊണ്ടിരുന്ന ശക്തി കിട്ടി. എന്ത് ശക്തിയാണ് ബാബ? ശത്രു സംഹാര ഹോമത്തിന് വേണ്ടിയുള്ള ദൈവിക ശക്തി. നിങ്ങളുടെ മരുമകളുടെ ശക്തി അത്ഭുതമാണ്, ആശ്ചര്യമാണ്. എത്രയോ കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ആ ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇവളാണ് ഈ വീടിന്റെ ഐശ്വര്യം. ഈ വീടിന്റെ ജാതകം ഇവളാൽ മാറുന്നതായിരിക്കും. മരണങ്ങളും വേദനകളും ഇവളെ കൊണ്ട് പരിഹരിക്കപ്പെടും. ഇവൾ ഈ വീടിന്റെ ഭാഗ്യമാണ്. ഹോമത്തിന് തയ്യാറായിക്കൊള്ളൂ ദിഗ്വിജയ. ഈ യാഗം ഇവിടെ നിന്റെ മകനും മരുമകളും ചെയ്യുന്നതായിരിക്കും. നിന്റെ മരുമകളുടെ ഐശ്വര്യം കൊണ്ട് വീട്ടിലെ നാഗത്തിന്റെ ശല്യം ശാശ്വതമായി തന്നെ പരിഹരിക്കപ്പെടും. ആവട്ടെ ബാബ, ഞാൻ നാളെ തന്നെ പൂജയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. നാളെയാണ് നിന്റെ ശത്രുക്കളുടെ സർവനാശം. വിജയം സുനിശ്ചിതം. ജയ് മഹാകാളി! ശിവാനി,
എല്ലാ പരീക്ഷണങ്ങളും നീ ജയിച്ചിരിക്കുന്നു മോളെ. നീ എന്റെ ഈ വീടിന് പറ്റിയ മരുമോള് തന്നെയാണ്. അത് പിന്നെ ആരുടെ സെലക്ഷൻ? ആ ഭൈരവ ബാബ എന്റെ തലയിൽ കൈവച്ചപ്പോ എന്റെ ജീവൻ പോന്ന പോലെ എനിക്ക് തോന്നിയത് എന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുമോ എന്ന പേടിയിലായിരുന്നു ഞാൻ. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്റെ തൃശൂൽ എന്റെ കൈ പിടിച്ചപ്പോ ഞാൻ എന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറിയില്ല. അവന് അങ്ങനെ ഒരു ശക്തി എന്താ? താങ്ക് യു തൃശൂൽ. ഞാൻ വിഷമഘട്ടത്തിലായിരുന്നപ്പോഴൊക്കെ എന്നെ നീ വന്ന് രക്ഷിക്കുന്നുണ്ടല്ലോ. എന്നെ സംരക്ഷിക്കുന്ന രക്ഷകൻ നീ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്റെ കയ്യിൽ തൊടുന്ന നിമിഷം എന്നിലുള്ള ഭയം, ആശങ്ക എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവുകയാ. നിന്നിൽ അങ്ങനെ എന്താണുള്ളത് തൃശൂൽ? എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വന്ന് രക്ഷിക്കുന്നത്? നിന്നിലുള്ള ശക്തി എന്താണ്? എന്റെ ജീവിതത്തിലെ കാവൽക്കാരനാണോ നീ? നീ ആരാണ്? ബാബാ, എല്ലാവരെയും വിളിപ്പിക്കാൻ പറഞ്ഞല്ലോ. എല്ലാവരും എത്തി. ഇനിയിപ്പോ എന്താ? ദിഗ്വിജയ ബാബാ, നാളെ നടക്കേണ്ട ഹോമത്തിന് എല്ലാ ഒരുക്കങ്ങളും തയ്യാറായോ? ഒരുവിധം എല്ലാം ആയിട്ടുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ കൂടി റെഡിയാവാനുണ്ട്. ദിഗ്വിജയ, ആർക്കും ഇതുവരെ സംശയം തോന്നിയിട്ടില്ലല്ലോ? ഇല്ല ബാബാ, ആരോടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, ഈ ഹോമം കൊണ്ട് ശത്രുക്കളെയെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അതൊന്നും നിങ്ങൾക്കറിയാത്തതുപോലെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളുടെ ആലോചനകൾ വീട്ടിലുള്ളവരാരും അറിയാൻ പാടില്ല. അങ്ങനെ ആവട്ടെ ബാബാ. ബാബാ, ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മുടെ ശത്രുക്കളെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തി നമ്മളുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്ന പോലെ ആകുമോ? ഈ പ്രാവശ്യം എന്നെ വിശ്വസിക്ക്, നിങ്ങളുടെ ശത്രുക്കളുടെ സംഹാരം ഉറപ്പാണ്. ആരും രക്ഷപ്പെടില്ലല്ലോ അല്ലേ? ആ ആദിശേഷനും നാഗറാണിയും ഉറപ്പായും ഇല്ലാതാകില്ലേ? തീർച്ചയായും ഇല്ലാതാകും. ബാബാ, ആ നാഗറാണി ചാകുന്നതിന് മുമ്പ് എനിക്ക് ആ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? ഇത്തരം ചിന്തകൾ നല്ലതിനല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കേണ്ട സാഹചര്യമാണിത്. ചെയ്യാൻ പോകുന്ന കാര്യത്തിനുമേൽ ശ്രദ്ധയുണ്ടാകട്ടെ. ബാബാ, ഞാനവനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം. ബാബാ, ഈ യാഗം കഴിഞ്ഞാൽ നമ്മളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഒരിക്കലും നാഗലോകത്തുള്ളവരുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിക്കില്ല.
നാഗമാണിക്യം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിങ്ങളിൽ നിന്നത് തട്ടിയെടുക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ നടന്നാൽ മാത്രം മതി. ആ നാഗമാണിക്യം കൊണ്ടുള്ള സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ വേണം. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. നാളെ നിങ്ങളുടെ ശത്രുക്കളുടെ അവസാന ദിവസമാണ്. ആ ആദിശേഷന്റെയും നാഗറാണിയുടെയും അന്ത്യം. എല്ലാവരും ഓർമ്മയിൽ വെച്ചോളൂ, ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ശത്രുനാശത്തിന് വേണ്ടിയുള്ള ഹോമത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നു. ഓർമ്മയുണ്ടാവട്ടെ. ഏതോ മനുഷ്യന്മാരുടെ പൂജ കൊണ്ട് 24 വർഷത്തെ പ്രതികാരത്തിന്റെ പോരാട്ടത്തെ ബലി കൊടുക്കുക എന്നത് ശരിയാണോ? അതെ ചേട്ടാ, ശക്തിയുള്ള നമ്മുടെ മേൽ അവരുടെ പ്രഭാവം വീഴുമെന്നുള്ളത് സാധ്യമാണോ? മനുഷ്യന്മാരെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സർപ്പങ്ങൾക്ക് വെറും പല്ലുകളിലാണ് വിഷമെങ്കിൽ മനുഷ്യന്റെ മനസ്സും ദേഹവുമെല്ലാം വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. നമ്മളെക്കാൾ ശക്തിശാലികളാണോ? ശക്തിശാലികളാണോ ബുദ്ധിശാലികളാണോ എന്നറിയില്ല. എന്നാൽ അത്യാഗ്രഹത്തിന്റെ രാക്ഷസന്മാരാണെന്നുള്ള സത്യമാണ്. എല്ലാവരും വേണം, എല്ലാം വേണം. അതാണ് അവരുടെ ലക്ഷ്യം. ഇനി നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നമുക്കിപ്പോൾ വിശേഷമായ ശക്തികൾ ആവശ്യമാണ്. നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കണം. അവർ നടത്താൻ പോകുന്ന ഹോമത്തെ ഭേദിച്ച് നമ്മൾ പോരാടിയേ പറ്റൂ. ഞാൻ എല്ലാത്തിനും തയ്യാറാണച്ചാ. ഗരുഡ ലോകത്തിന്റെ രക്ഷയ്ക്കായുള്ള പോരാട്ടത്തിന് ഞാൻ തയ്യാറാണ്. യുദ്ധഭൂമിയിൽ വെച്ച് എന്റെ പ്രാണൻ പോയാലും ശരി, തോൽവി സമ്മതിക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ വാക്കും ഇത് തന്നെയാണ് ചേട്ടാ. അച്ഛാ, നമ്മുടെ ഈ പോരാട്ടത്തിനായി ഞാൻ എന്റെ പ്രാണൻ പോലും സമർപ്പിക്കും. ഗരുഡ ലോകത്തോടുള്ള നിങ്ങളുടെ അതിയായ സ്നേഹം കണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ആ ഇച്ഛാധാരി നാഗങ്ങളെ സർവനാശം ചെയ്ത് നാഗമാണിക്യം സ്വന്തമാക്കുകയും ചെയ്യും. ഇതെന്റെ ശപഥമാണ്. മഹാദേവ, എന്താണ് ഒന്നിനുമേലൊന്നായി ഓരോരോ പ്രയാസങ്ങൾ ഇങ്ങനെ വരുന്നത്? ഞാനും ആദിശേഷനും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. എന്നാ അങ്ങനെ സംഭവിക്കുമോ എന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. വീടിന് സമീപത്ത് തന്നെ ഏതോ നാഗമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ച് ഹോമം ചെയ്യാൻ പോവുകയാണ്. ആ ഹോമത്തിൽ ഞാനും പങ്കെടുക്കണം അത്രേ. ഞാനൊരു ഇച്ഛാധാരി നാഗമാണ്. ഞാൻ തന്നെ ഹോമത്തിൽ പങ്കെടുത്ത എന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടില്ലേ? ഉറപ്പായും സംഭവിക്കും. എല്ലാവർക്കും ഞാൻ മനുഷ്യ സ്ത്രീ അല്ല എന്നുള്ളത് മനസ്സിലാകും. ഇപ്പൊ തന്നെ ഞാൻ പിടിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വരെ എത്തിയിരുന്നു. എന്നാൽ ആരും എന്റെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷിച്ചതാ. അതാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ഞാൻ തന്നെ രക്ഷിച്ചേ മതിയാകും. ഇല്ല, ഒരു കാരണവശാലും ഈ ഹോമത്തിൽ ഞാൻ പങ്കെടുക്കരുത്. ഞാൻ ഇവിടെ തന്നെ നിന്ന വീട്ടിലുള്ള എല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ ഹോമത്തിന് കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. അതാ നല്ലത്. ഇതെന്താ ഇത്? ഏതോ ഒരു ശക്തി എന്നെ തടയുന്നല്ലോ. ഏത് ശക്തിയായിരിക്കും അത്? പുറത്തേക്ക് കടക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഏതോ ശക്തി എന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എന്നെക്കാളും വലിയ ശക്തി ഏതാ? ഇനി എന്താ ചെയ്യാൻ? ഞാൻ ഇവിടെ തന്നെ നിന്നാ എന്റെ യഥാർത്ഥ രൂപം എന്തായാലും വെളിപ്പെടും. എന്താ ചെയ്യാ?
മഹാദേവ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നന്ദീശ, പൂജയ്ക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ ഇത്. വേഗം വാങ്ങിട്ട് വാ. ശരി കൊച്ചമ്മേ, ഞാൻ പോയി പെട്ടെന്ന് വാങ്ങിട്ട് വരാം. ശരി. ഒന്നും മറന്നിട്ടില്ലല്ലോ ദമയന്തി? ഇല്ല, മറന്നിട്ടില്ല. വിജയ, എന്തിനാ ഈ പൂജ? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അമ്മേ, കുറെ കാലമായിട്ട് നമ്മുടെ വീട്ടിൽ പാമ്പുകളുടെ ശല്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനെല്ലാത്തിനും കൂടി ഒരു പരിഹാരം കാണാൻ വേണ്ടിയാ ഈ പൂജ ഇപ്പം നടത്തുന്നത്. അളിയ, ഈ യാഗം കഴിഞ്ഞാ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പാമ്പുകൾ വരില്ലായിരിക്കും അല്ലേ? തീർച്ചയായും ഇല്ല. നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാഗങ്ങളും നശിച്ചു പോകും ഇതോടെ. അങ്ങനെയായ മതി മുതലാളി, അല്ലെങ്കിൽ പിന്നെ ഓരോ ദിവസം പേടിച്ച് ജീവിക്കേണ്ടി വരും നമ്മള്. ശരി, നാളെ രാവിലെ തന്നെ റെഡി ആവണം. ഇപ്പൊ എല്ലാരും പോയി കിടന്നുറങ്ങിക്കോ. ഈ ഹോമം എങ്ങാനും നടന്നാൽ എന്റെ നാശം ഉറപ്പാണ്. ആദിശേഷനും എന്റെ കൂടെ ഇല്ലാതാകും. എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടേ പറ്റൂ. മഹാദേവ, ശിവാനി, ശിവാനി, എന്തുപറ്റി? എന്താ ഇങ്ങനെ പരിഭ്രമിച്ചോടി വരുന്നേ? ശിവാനി, അത് അവള് നീ നാഗമാണെന്ന് എന്നോട് പറഞ്ഞില്ലേ? അവളെ ഞാൻ വീണ്ടും കണ്ടു. എവിടെ? എവിടെയാ കണ്ടത്? എവിടെയാ ഉള്ളത് അവള്? ഞാൻ ഇവിടേക്ക് വരുമ്പോ എന്റെ മുന്നിലേക്ക് വന്നു. ഒരു മിനിറ്റ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അത് പേടി കാരണം എനിക്ക് ഒന്നും ഓർമ്മ വന്നില്ല. അത് മാത്രമല്ല, അവള് പേരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താ എന്താ അവള് പറഞ്ഞത്? നീ തന്നെയാണ് നാഗറാണി എന്ന് അവള് വാദിക്കുകയായിരുന്നു. ശിവാനി, നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം അവൾക്ക്. നിന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചേ? നീ ആരെയോ അന്വേഷിച്ചുകൊണ്ടാ ഇങ്ങോട്ട് വന്നതെന്ന്. നിന്റെ ഉദ്ദേശമേ വേറെയാണെന്ന്. ഞാനോ? ഞാൻ ആരെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാനാ? അത് അവള് ആളുടെ പേരൊന്നും പറഞ്ഞില്ല. നിനക്കത് ചോദിച്ചൂടായിരുന്നു? എന്തുകൊണ്ട് ചോദിച്ചില്ല? അത് അവളെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാതെ പേടിയായി. അവളുടെ മുഖവും കണ്ണും. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഞാൻ അവിടുന്ന് ഓടി വരികയായിരുന്നു. ശരി, എനിക്ക് അവരെ ഇപ്പൊ തന്നെ കാണണം. എന്നെ കൊണ്ടുപോവോ? എന്താ? എപ്പോഴോ? അവൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു നോക്കാം. ഇന്ന് എന്ത് സംഭവിച്ചാലും എനിക്ക് അവരെ കണ്ടേ പറ്റൂ.